ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുക്കാനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് എഴുത്തുകാരിയും നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോളി ചിറയത്താണ്. സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ആകാശവാണി നാടകങ്ങളിലുമൊക്കെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ഈ നടിയെ നിങ്ങൾ കണ്ടിരിക്കും. അഭിനയിച്ച സിനിമകൾ നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവും. അങ്കമാലി ഡയറീസ്, ആട് 2, ഈട, കൂടെ, ജൂൺ, വികൃതി, തൊട്ടപ്പൻ, കപ്പേള, മാലിക് എന്നിങ്ങനെ പോകുന്നു. അത് 2021 ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ഒരു ടെലിവിഷൻ അവാർഡും കിട്ടിയിട്ടുണ്ട്. സ്വാഗതം. സന്തോഷം. ഞാൻ ചോദ്യങ്ങളിലേക്ക് ആദ്യം തന്നെ ചോദിക്കാറുള്ളത്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച തൃശൂർക്കാരി ചിറയത്ത് ലോന ജോളി ചിറയത്തായി മാറിയ ആ പരിണാമ കഥ ഒന്ന് പറയാമോ? അത് എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിയിൽ നിന്ന് ഇന്നിരിക്കുന്ന വ്യക്തിയിലേക്കുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യന്റെയും ജീവിത പരിസരങ്ങളിലൂടെ തന്നെയാണ്. സാധാരണ മനുഷ്യന്റെ. അപ്പോൾ അതിൽ നമ്മൾ ആർജിക്കുന്ന, സംശീകരിക്കുന്ന നമ്മളുടെ തിരിച്ചറിവുകളൊക്കെ ഉൾച്ചേർന്ന ഒരു ഞാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജോളി ചിറയത്ത് എന്നുള്ളൊരു പേര് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് എളുപ്പത്തിന്, മറ്റേതാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് റെഡിയാക്കാനോ നമ്മളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എലാബറേറ്റ് ചെയ്തോ എത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ചും കൂടി എളുപ്പമാണ് പറയാനെന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റെ വിവാഹശേഷവും എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ജനിച്ച ആ ഒരു ഐഡന്റിറ്റിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ മനഃപൂർവ്വമാണ് ഞാൻ ചിറയത്ത് എന്ന് നിർബന്ധമായിട്ടും വെച്ചത്. എനിക്ക് വേണമെങ്കിൽ ജോളി സിയൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ചിറയത്ത് എന്ന് പറഞ്ഞ ഒരു തറവാട്, നമ്മളതിൻ്റെ ഒരു മഹിമ തറവാടിത്തം അത് പറയല്ല. പക്ഷെ ഏത് സമയത്തും അമ്മയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും മറ്റു ബന്ധുക്കളിൽ നിന്നാണെങ്കിലും എൻ്റെ അപ്പച്ചൻ്റെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ജീവിതാവസ്ഥകളും അദ്ദേഹത്തിന്റെ മദ്യപാനവും കാരണം ഭയങ്കര പരിഹാസപൂർവ്വമാണ് ചിറയത്താളുകളല്ലേ എന്നുള്ളൊരു സാധനം എന്തായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ വലിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ, അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, ഞാൻ എൻ്റെ അപ്പച്ചനോ എൻ്റെ അപ്പച്ചന്റെ വീട്ടുകാരോ അത്ര മോശമല്ല എന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അന്നത്തെ കുട്ടിക്ക്, ആ കൗമാരക്കാരിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ചിറയത്ത് എന്ന ഒരു ഐഡന്റിറ്റിയിൽ തന്നെ വളർന്ന് ഞാൻ ആരാന്നുള്ളത് അവര് ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു അന്നത്തേക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ചിറയത്ത് എന്നതിലേക്ക് തന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത്. പക്ഷെ ഇന്നത്തെ ജോലി അതിലങ്ങനെയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും അത് അങ്ങനെ ഒരു അടയാളം നമ്മുടെ പേരിൽ വന്നു പോയി എന്നല്ലാതെ ഇന്നതിനകത്ത് എനിക്ക് വാശിയുമില്ല, അങ്ങനത്തെ ഒരു വെല്ലുവിളിയും ഇല്ല. അത് വേറെ കാര്യം. നാസിക്കിലായിരുന്നോ? അപ്പച്ചൻ നാസിക്കിലുള്ള ഒരു സട്ടാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു അപ്പച്ചന്. ടയർ റീസോളിങ്ങും ചെറിയൊരു റെസ്റ്റോറന്റും അങ്ങനെ കൂൾ ബാറൊക്കെ ആയിട്ട്. അന്ന് അമ്മയുടെ 4ാമത്തെ കുട്ടിയാണ് ഞാൻ വീട്ടില്. അപ്പൊ ആ സമയത്താണ് അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നം അറിയാം, വാൽവ് ചുങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ എന്നെ ടെർമിനേറ്റ് ചെയ്യണം, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ അന്നത്തെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് ഭയങ്കര പാപമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഭ്രൂണഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവരുടെ പിടിവാശി കൊണ്ട് അങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോ നല്ലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടേക്ക് കൊണ്ടുപോയത് അപ്പച്ചൻ അമ്മയെ. അപ്പൊ അതുകൊണ്ട് എന്റെ ജനനം നാസിക്കിലായി. അത്രേ ഉള്ളൂ. നാസിക്കിൽ അങ്ങനെ ജനിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ തിരിച്ചു നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് 6 വയസ്സുള്ളപ്പോഴാണ്, 1ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ സട്ടാണയിലേക്ക്, അതായത് നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോണത്. ഒരു 10-11 വയസ്സ് വരെ പിന്നീട് അവിടെ തന്നെയായിരുന്നു. പിന്നെയും ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്റെ ഒരു ലൈഫിന്റെ ഒരു ജേർണി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷിഫ്റ്റുകളുണ്ട്. എന്റെ കൗമാരം വരെ തന്നെ എന്റെ പഠനം പല സ്കൂളുകളിലാണ്. അതുപോലെ എനിക്ക് വിവാഹത്തിന് ശേഷമാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ്.
എവിടെയും ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ചെന്നൈയിൽ പോണു, പോണ്ടിച്ചേരിയിൽ പോണു, പിന്നെ വീണ്ടും ഗൾഫിൽ പോന്നു, പിന്നെ തിരിച്ചു വരുന്നത് എറണാകുളത്തേക്കാണ്, തൃശ്ശൂർക്കല്ല. ഒരു വേരുകളൊക്കെ പറിച്ച് നടക്കുന്ന ഒരാള്. ഉറപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതെ, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. നമ്മള് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മള് വേറെ രീതിയിൽ നമ്മളെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ, ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് സ്റ്റെബിലിറ്റി ആവശ്യമാണ് എല്ലാവർക്കും. അത് ബന്ധങ്ങളിലും ആണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയിലാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധി എല്ലാ കാലത്തും, അത് കുട്ടിക്കാലം മുതലേ തന്നെ ഉണ്ടായിരുന്നു. അത് വീടിന്റെ അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നു, അതല്ലാതെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും അങ്ങനെ തന്നെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. നമുക്ക് ഈ പല പല പരിണാമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ്, ഈ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് ഓടി വന്ന് നാടകം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭം ഒന്ന് ഓർത്തെടുക്കാം. തീർച്ചയായിട്ടും. അത് ഞാൻ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ്, അതേസമയം വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി നാടകത്തെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളൊരു കാരണം തുടർ പഠനമൊക്കെ ഒരു പ്രതിസന്ധിയിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് കൂത്താട്ടുകുളത്തെ സ്ത്രീ പഠന കേന്ദ്രം, അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്. അന്ന് ഞാൻ അതിൽ പങ്കെടുക്കുന്നു. നാടകം നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കിയപ്പോൾ തോന്നിയത് നല്ല മീഡിയ ആണല്ലോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ആവിഷ്കാരത്തിനുള്ള ഒരു മീഡിയം ഉണ്ട്. അതിലൂടെയാണ് അന്ന് എനിക്ക് തോന്നുന്നത് ഞാനും സജിത മഠത്തില്, ശൈലജ അവരൊക്കെ നാടകം പഠിക്കാൻ തീരുമാനിച്ചു പോകുന്നത്. ആ ക്യാമ്പിന്റെയും കൂടെ ഒരു ഇൻസ്പിറേഷനാണ്. പക്ഷെ എനിക്ക് പിന്നെ NSD വരെ പോയെങ്കിലും സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും ജോലിക്ക് പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതത്തിന്റെ ഈ അരക്ഷിതാവസ്ഥയും അനിശ്ചിതാവസ്ഥയും കാരണം നമുക്ക് എവിടെയും ഫിക്സ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പോണ്ടിച്ചേരിയിൽ ജോലി കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ഗൾഫിലേക്ക് പോകാൻ വിസ റെഡിയാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ നിർഭാഗ്യത്തിന് വിസ പ്രോസസ്സൊക്കെ കുറെ നീണ്ടുപോയി. അപ്പൊ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ആലോചനയിലാണ് അന്ന് ആ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് CS ചന്ദ്രിക. അവർ എന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ചന്ദ്രിക അവിടെ തൃശ്ശൂരുള്ള സമയമാണ്. അന്ന് ഞങ്ങള് ഇതുപോലെ തന്നെ നാടകം, അന്ന് മാധവി ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന മാധവി ചേച്ചിയാണ് പറയുന്ന വനിതാ വേദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോടും. അപ്പൊ അന്ന് ഞങ്ങൾ ആ ക്യാമ്പില് ചെയ്ത സാറ ടീച്ചറുടെ തന്നെ ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും എന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഞാനൊരു ചെറിയ സ്ക്രിപ്റ്റ് അന്ന് ചെയ്തത് അവിടെ. അപ്പൊ ചന്ദ്രിക ചോദിച്ചപടി അന്ന് ചെയ്തത് നമുക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തൂടെ. അങ്ങനെ ഞങ്ങളത് ഒരു 2 ഭാഗമായി ചെയ്യാവുന്ന വിധത്തില് അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് റേഡിയോ നാടകം ചെയ്തതും തൃശ്ശൂർ നിലയത്തില്. അതെ അതെ. അന്ന് ഈ കരിയറൊക്കെ തുടങ്ങുന്ന ഒന്നും തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയില്ല. ഒരു BA എക്കണോമിക്സ് പഠിച്ചിട്ട് പിന്നീട് പ്രത്യേകിച്ച് എവിടേക്കും തിരിയാൻ പറ്റാതെ അങ്ങനെ 3-4 കൊല്ലം ഇങ്ങനെ തീർന്നു കിട്ടുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യണല്ലോ നമുക്ക്. അപ്പൊ നാടകം പിന്നെയും പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അതേസമയം തന്നെ വൈകാരികമായിട്ട് ബാലുവിനെ വിട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ 21 വയസ്സിലെ വിവാഹിതയായി. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു സമയമായിരുന്നു. ഒന്ന് എനിക്ക് എന്റെ ഒരു ഐഡന്റിറ്റി രൂപീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷനൊക്കെ എടുത്തിട്ട് സ്വയം പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഡിഗ്രി വരെ അങ്ങനെയാണ് കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് വെറുതെ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വയം ഒരു കുറച്ചിലായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ജോലി മസ്റ്റാ. അപ്പൊ B.Ed അപ്പുറത്തേക്ക് എനിക്കൊന്നും അന്നൊരു ആലോചന ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ബാലു പറഞ്ഞു ഇങ്ങനെ കൺവെൻഷണൽ ജോബ് തന്നെ ചെയ്യണോ പെണ്ണുങ്ങള്, വേറെ എത്രയോ ഏരിയ ഉണ്ട്. പക്ഷെ വേറെ എത്രയോ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ എക്സ്പോഷർ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ മുന്നിൽ വന്നപ്പോൾ നാടകം പഠിക്കാന്നുള്ളത്. പക്ഷെ നാടകം പഠിക്കാനും പറ്റിയില്ല. 3-4 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ NSDയിൽ പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് ഇവിടെ ചേർന്നു നമ്മളുടെ അരണാട്ടുകര ഡ്രാമ സ്കൂളിൽ. അപ്പോഴാണ് അവിടുന്ന് വിസ വന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ പ്രയോറിറ്റി എപ്പോഴും ബാലുവിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. വളരെ ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ട് അങ്ങനെ പ്രാക്ടിക്കലി ഒന്നും ചിന്തിക്കാത്തൊരു, ഇന്നും അതൊന്നും ഇല്ലാന്ന് തോന്നണു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പ്രായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അങ്ങനെയല്ല, കുറച്ച് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നും മനസ്സിലുള്ളതുകൊണ്ട് എന്തൊക്കെ ഇമോഷണലി വൾണറബിൾ ആണെങ്കിലും ജീവിതത്തിനെ നമ്മളിങ്ങനെ മുറുക്കെ പിടിക്കും.
കാരണം എന്റെ ഉത്തരവാദിത്തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം എനിക്ക് പറ്റില്ല. അപ്പൊ പ്രൈം കൺസേൺ പിന്നെ മക്കളാണല്ലോ. അപ്പൊ അതിനകത്ത് എന്റെ സ്വപ്നം, എന്റെ തീരുമാനം എന്നിട്ട് ഇല്ല. പിന്നെ പൊതുവായിട്ട് എന്താണോ യോജിക്കുന്നത് ആ സിറ്റുവേഷനിൽ അതിനെയാണ് ഞാൻ പിന്നെ ഏറ്റെടുക്കുക. അത് ഇഷ്ടത്തോടു കൂടി ആവാം, അല്ലാതെ ആവാം. പക്ഷെ അങ്ങനെ ഒരു പ്രകൃതം എനിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്തിട്ടുണ്ട്. അത് പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിയിരുന്നു അതല്ല വേണ്ടിയിരുന്നത്. നമ്മൾ കുറച്ചും കൂടി നമ്മളിലേക്ക് പ്രയോറിറ്റി നമ്മളിലേക്ക്, നമ്മുടെ കരിയറിലേക്ക്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും അതങ്ങ് വളർന്നു വന്നേനെ. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സ്ത്രീകൾ ഇനി കുടുംബത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്നുള്ള നല്ല തിരിച്ചറിവിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോ അന്നത്തെ ആ നാടക അനുഭവത്തെ കുറിച്ചാണ്. തൃശ്ശൂർ ആകാശവാണിയിലാണ്. അപ്പൊ അന്ന് ഞാനതിൽ എഴുത്താണ് മെയിൻലി ചെയ്തത്. അത് അഭിനയിച്ചത് അന്ന് സമതയിലൊക്കെ ഉണ്ടായിരുന്ന ചന്ദ്രചേച്ചി അടക്കമുള്ള സ്ത്രീകളാണ് ചെയ്തത്. അപ്പോ അവരോട് പൊതുവെ നാടകം റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണല്ലോ, നമ്മള് സ്റ്റേജിൽ അഭിനയിക്കുന്നത് പോലെയല്ല. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര, കാരണം അത് മാത്രമല്ല, ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. എനിക്ക് 8ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല. അപ്പൊ ഈ ബാറ്ററിയിൽ ഓടുന്ന റേഡിയോ ആണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ വീട്ടിലെ റേഡിയോ. അപ്പൊ അയൽവക്കത്തെ എല്ലാ ചേച്ചിമാരും വന്നിരിക്കും. സന്ധ്യ ആവുമ്പോ പലതും കണ്ടതും കേട്ടതും, ഗാനതരംഗിണി, ഗാനം, പല ഈവന്റ്സ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എപ്പിസോഡുകളായിട്ടാണ് കാണുക. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും തുടർ നാടകങ്ങള്. അപ്പൊ എന്റെ ചേച്ചി സത്യം പറഞ്ഞ അവൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവൾക്ക് ഈ വോയിസ് മോഡുലേഷൻ ഭയങ്കര രസമായിട്ട് ചെയ്യും, നന്നായി പാടും. അപ്പൊ അവള് എപ്പോഴും പറയും എനിക്ക് റേഡിയോയിൽ വർക്ക് ചെയ്താൽ മതി. കാരണം ആളുകളെ ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാലത്തെ പരിപാടി തന്നെ എന്താണെന്നറിയോ, ഈ കാസറ്റിൽ തന്നെ റീ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. പഴയ പാട്ട് കേട്ട് കേട്ട് മടുക്കുമ്പോ ഞങ്ങള് നാടകം എഴുതിണ്ടാക്കും. എന്നിട്ട് അതിലിട്ടിട്ട് ഓരോരുത്തരൊരു കഥാപാത്രം, ഞാൻ രാജേട്ടൻ, അവള് രാധ, റെക്കോർഡ് ചെയ്യും. ആ വോയിസ് മോഡുലേഷനിലൊക്കെ നിന്നിട്ട് തന്നെ നമ്മള് റെക്കോർഡ് ചെയ്യും. അപ്പൊ എനിക്ക് എന്നും ആൺവേഷമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കളികളാണ്. രാത്രിയാവുമ്പോ ഇങ്ങനെ നമ്മള് കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയിട്ട് ഞങ്ങള് നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു പാട്ട് കേസിട്ടൊക്കെ പോയി കിട്ടും. അതിന്റെയൊക്കെ പ്രചോദനം ആകാശവാണി ആ കാലത്തെ തൊട്ട് തന്നെ. പിന്നെ രാവിലെ തന്നെ റേഡിയോ, അമ്മയാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അവിടെ നമ്മള് സുപ്രഭാതം തൊട്ട് ഇങ്ങനെ വയലും വീടും ഈ പരിപാടികൾ തൊട്ട് അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എലമെന്റ് ആയിരുന്നു. പിന്നെ എന്താണ് റേഡിയോ ഒരു ഘടകം അല്ലാതായി മാറിയത് തീർച്ചയായും ഗൾഫിലൊക്കെ പോയതിന് ശേഷം, അല്ലെങ്കിൽ അതല്ല പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം നമുക്ക് റേഡിയോ ഒന്നും അങ്ങനെ ഒരു നിത്യ സാന്നിധ്യമല്ലാതായി. മാത്രമല്ല ടിവിയുടെ കടന്നു വരവ്. അപ്പൊ ടി വി വന്നതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും ടി വി ഓൺ ചെയ്യാന്നുള്ളതായി. അപ്പൊ അങ്ങനെ പയ്യെ ആയിരിക്കണം റേഡിയോ പോയത്. പക്ഷെ ഞാൻ ഇപ്പൊ വീണ്ടും റേഡിയോയിലേക്ക് തിരിച്ചു വന്നുവരാം. കാരണം എനിക്ക് ഇതുമാതിരി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നമ്മള് രാവിലെ വീട്ടില് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഓണാക്കിയിട്ട് അതിങ്ങനെ ബാക്ക്ഡ്രോപ്പ്. മാത്രമല്ല നമ്മള് പൊതുവെ തന്നെ മനുഷ്യര് തമ്മിലുള്ള ബന്ധങ്ങളിൽ ഭയങ്കര ഒരു കണക്ടിവിറ്റി കുറവാണ് തീർച്ചയായിട്ടും കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഓർമ്മകളെ എത്തിപ്പിടിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത് ഞാൻ ബോധപൂർവ്വം അല്ലേ ചെയ്യുന്നത്, ഒരുപക്ഷെ ഞാൻ പഴയ കാലങ്ങളിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മകളെ തൊട്ട് നിൽക്കുമ്പോൾ തരുന്ന ഒരു ജീവനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയായിരിക്കും. അപ്പൊ അതറിയാതെ തന്നെ എന്നിൽ ആ സ്വഭാവം വരികയാണ്. രാവിലെ എനിക്ക് എന്തെങ്കിലും റേഡിയോ പരിപാടി ഓൺ ചെയ്യാം, ചായ ഉണ്ടാക്കുക, കേൾക്കുക, പിന്നെ മറ്റു ജോലികളിലേക്ക് പോവുക. അവിടെ ഇങ്ങനെ നടന്നോളൂ, ബാക്ക്ഡ്രോപ്പിൽ അതങ്ങ് നടന്നോളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ. അപ്പോ നമ്മള് റേഡിയോ അനുഭവം, നാടകം റെക്കോർഡ് ചെയ്ത അനുഭവം ഒക്കെ പറഞ്ഞല്ലോ. കുട്ടിക്കാലത്ത് റേഡിയോ ധാരാളം കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. അന്ന് അത് കേൾക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ കാലത്ത് കേട്ടിട്ടുള്ളതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇന്നും ആ സന്ദർഭം പോലും ഓർക്കുന്ന ഒരു പാട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോ, അത്രയും കുട്ടിയുള്ള ഒരു കൗമാരത്തിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്റെ അമ്മയോടാണ്. അപ്പൊ എനിക്ക് എപ്പോഴും വെച്ചാല് അമ്പിളി കൊമ്പത്തെ പൊന്നൂഞ്ഞാലിൽ അമ്മയെ കണ്ടോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് എടുത്തു കേൾക്കും. അതുപോലെ എന്റെ ചേച്ചി നന്നായി പാടുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ നമ്മളെല്ലാം ഈ പ്രണയ വിരഹ ഗാനങ്ങളാണ്
ഞങ്ങളൊക്കെ പാടുക. ചലച്ചിത്രഗാനങ്ങളിൽ 75% പ്രണയവും വിരഹവുമാണ്. അപ്പൊ ഒരു കുഞ്ഞി പ്രേമക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പ്രണയഗാനങ്ങളാണ്. അപ്പൊ അത് ഗാനതരംഗിണിയൊക്കെ വരാൻ അങ്ങനെ കാത്തുക്കും. അപ്പൊ നമ്മൾ ഓർക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരു പാട്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് നമ്മുടെ പെൺടോക്കുകളിലാണ് ഇന്ന് ഈ പാട്ടുണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മളെ കുറിച്ച് അപ്പുറത്താളെ ഓർക്കുന്നുണ്ടെന്ന് ആ വിചാരിച്ച പാട്ട് ആർക്കറിയാം അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇടയ്ക്കൊരു റേഡിയോ നാടകാനുഭവം ഉണ്ടായി. ആ ഒരു നാടക പഠനമൊക്കെ നടത്തിയിരുന്ന ആ കാലത്ത് എന്താണ് പഠിച്ചത്? എക്കണോമിക്സ് ആണ്, BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം മുന്നോട്ടൊന്നും പോയില്ല പഠനം. ഒരു ഗ്രാജുവേഷനില് പഠനമൊക്കെ, അതായത് അക്കാദമിക് ലെവലിലുള്ള പഠനങ്ങൾ പിന്നെ അവിടെ അവസാനിച്ചു. നാടകം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, NSD വരെ പോയി, സെക്കൻഡ് റൗണ്ടിൽ ഔട്ടായി. പിന്നീട് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും BTA ചേരാനായിട്ട്. 1.5 കൊല്ലം ഞാൻ അന്ന് പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്, അതിൽ ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ആയിട്ട്. പോണ്ടിച്ചേരിയിൽ അങ്ങനെ 1.5 കൊല്ലം ജോലി ചെയ്തതിനാണ് തിരിച്ചു വന്നത്. അപ്പൊ തിരിച്ചു നാട്ടിൽ വരുമ്പോ 4 മാസത്തിനകം വിസ ശരിയാവുന്നാണ് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യത്തിന് ബാലുവിന് അന്നേരം കിട്ടിയ ജോലി പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1.5 കൊല്ലം നാട്ടിൽ സ്റ്റക്കായി. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വീണ്ടും നാടകം തന്നെ പഠിക്കാം. അപ്പൊ ഞാൻ ബാലുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഒന്ന് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് കുട്ടികളൊന്നും വേണ്ട, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കുടുംബം ഒന്നും വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ്. കാരണം പ്രണയവിവാഹമാണ്. അപ്പൊ അന്ന് നമ്മള് വിവാഹത്തിന് മുമ്പൊന്നും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ബാലുചേട്ടൻ പറയുന്നത് അതുപോലെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉള്ളിലൊരു വേദനയുണ്ട്, അങ്ങനെയല്ലല്ലോ വേണ്ടത് കുട്ടികളും കുടുംബം. പക്ഷെ നമ്മളുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കാന്നുള്ളതിനപ്പുറത്ത് അത് വേണ്ടാന്ന് വെക്കേണ്ടത് എന്തിനാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പുള്ളി പറയുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് 3-4 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായി. ഇതിങ്ങനെ പന്തടിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു വൃത്തിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി BTA ചേരുകയാണ്. എനിക്കിങ്ങനെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്ന് എന്തെങ്കിലും പഠിക്കണം, ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. 2 ഫാമിലിക്കും താല്പര്യമില്ല. കാരണം അക്കാലത്ത് നാടകം പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തോ കുറഞ്ഞ കാര്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു അത് ഇന്നും അഭിനയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ടത് നാടകമായി ബന്ധപ്പെട്ടത് ഒന്നും ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുക്കാനൊന്നും പാരന്റ്സ് കുട്ടികളെ അനുവദിക്കാറില്ല ഇന്ന് പോലും. അപ്പൊ പിന്നെ അക്കാലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 വീട്ടിൽ നിന്നും ഭയങ്കര, അവർക്കും പിന്നെ വേറൊരു പ്രശ്നം, ഞങ്ങളോട് അത് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ നടപ്പിന്റെ ഉദ്ദേശം? കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലമായിട്ടും ഇനിയും കുട്ടികൾ വേണമെന്നെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അവർക്ക് അങ്ങനത്തെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് പരിഗണിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ തീരുമാനിച്ചു BTA ചേരാം. BTA ചേർന്ന് പിന്നീട് 1 മാസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. അന്നേരമാണ് എനിക്കൊരു വിസിറ്റ് വിസ വരുന്നത്. 1 മാസത്തെ DSF വിസയാണ്, വന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 കൊല്ലത്തോളമായി കണ്ടിട്ട്. ബാലുവിന് ഇവിടെ വരാനും പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പോയത് ഞാൻ. അവിടെ പോയതിനു ശേഷം പിന്നെ പെട്ടെന്ന് ഗർഭിണിയാവുന്നു. അപ്പോഴേക്കും ബാലന്റെ തീരുമാനങ്ങൾ മാറിയിരുന്നു. ഇനി കുട്ടികളായാലും കുഴപ്പമില്ല. സിമ്പിളി ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ എന്തൊക്കെ നമ്മൾ വളരെ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ തോന്നുമ്പോഴും ഒരു പ്രത്യേക പ്രായത്തില് നമ്മളെ ഡിസൈൻ ചെയ്യുന്നത് വേറൊരാൾ തന്നെയായിരിക്കും. നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും 40-45 വയസ്സോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒക്കെ തന്നെയാണ് നമ്മളെ ജീവിതം ഡിസൈൻ ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് സംഭവിക്കുന്നത് 40-45 വയസ്സാകുമ്പോഴാണ്. പക്ഷെ അതിലെനിക്ക് വേദന ഉണ്ടായിരുന്നില്ല, കാരണം എന്റെയും കൂടി ഇഷ്ടം അതായിരുന്നു. ബാലുവിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ മെയിൻ പ്രൈമറി കൺസേൺ. അതായതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സിനിമയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നാടകം കാലം കഴിഞ്ഞു. ആ സമയത്ത് കുറെ സുഹൃത്തുക്കള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ടെസ്റ്റ് എഴുതാനൊക്കെ വരുന്നത് ഞങ്ങള് ചെന്നൈയിലുള്ള സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് സിനിമ കുറച്ചും കൂടി നല്ലതല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ച് ഗൾഫിൽ ഒന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ശ്രമിച്ചത് വേറെ ജോലിയൊന്നും ആ സമയത്ത് കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അവിടെ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സെയിൽസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാനൊരു 8-10 കൊല്ലം ഞങ്ങളുടെ ഓൺ സ്റ്റുഡിയോ റൺ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഒരു ഓഫീസ് ജോലിക്ക് പറ്റിയ ഒന്നുമേ എനിക്ക് CV വെക്കാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാലോ എന്ന് ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയൊക്കെ നടക്കുമ്പോൾ അതില് അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് പോയി തുടങ്ങിയത്. അപ്പോഴേക്കും വയസ്സ് 40-42 കഴിഞ്ഞു.
എന്നാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. അവിടെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അവിടെ സ്ത്രീകളുടെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ക്യാമറ ചെയ്യണം. അപ്പൊ ക്യാമറ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടല്ല, പക്ഷെ അവിടെ അതൊരു മസ്റ്റാണ്. സ്ത്രീകളുടെ പരിപാടിക്ക് സ്ത്രീകൾ ക്യാമറ ചെയ്തില്ലെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാതെ പോകും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഞാനാണ് അത്യാവശ്യം അത്തരം വർക്കുകൾ ഞാൻ ചെയ്യല് ക്യാമറ. അപ്പൊ ആ ഒരു ഫലത്തിലാണ് അന്ന് നമുക്ക് വിഷ്വൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധ്യത അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ എന്റെ വിചാരം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സമഗ്രതയിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് അങ്ങനെയൊന്നുമല്ല. ശരി. അപ്പൊ കാര്യങ്ങൾ മാറിയൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ 2011 കാര്യം. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്നാലും പിന്നെ ഞാൻ ചെയ്തത് ജയൻ കെ ചെറിയാന്റെ സിനിമയാണ് കബോഡി സ്കേപ്സ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോ കാര്യങ്ങൾ പഠിച്ചൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഒരു എഫേർട്ടും സ്ട്രെയിനും സ്ട്രഗിളും മനസ്സിലായെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ടെക്നിക്കലി ഒന്നും നമ്മളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു സിനിമ രൂപപ്പെട്ടു വരുന്നതിന്റെ പെയിൻ കറക്റ്റ് മനസ്സിലാവും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അറിയാലോ, നമുക്ക് ഈ വീട് എന്ന് പറഞ്ഞതിന്റെ ഒരുപാട് ഇമോഷണൽ ബർഡൻസും കൂടി ഉണ്ട്. അതുകൂടാതെ തന്നെ അതിന്റെ ഫിസിക്കൽ ലേബറും ഉണ്ട്. ഇതെല്ലാം ഒരു സ്ത്രീയിൽ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് പലതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇതിനെല്ലാം വേണ്ടത് ടൈം ലിവറേജും സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ആ ഏരിയ തന്നെ വിട്ടു. സിനിമ എന്നുള്ള ഒരു ഏരിയ വിട്ട് വെറുതെ പിന്നെ പൊതുവെ പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊരു സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലുണ്ടാവുന്ന കൊച്ചു വലുതുമായിട്ടുള്ള എല്ലാതരം സമരങ്ങളും സവിശേഷമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, നിരന്തരം അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലായിരുന്നു. ഞാനതിനിപ്പോ അത് വലിയൊരു ആക്ടിവിസം എന്ന് കാണുകയല്ല, അതൊരു ഉത്തരവാദിത്വമായിരുന്നു. അന്നൊന്നും ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അയക്കുന്ന മന്ത്ലി റവന്യൂ വെച്ചിട്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ? ആള് അവിടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു പത്രത്തില്. അപ്പൊ അന്നിങ്ങനെ എന്റെ ജോലിക്ക് ഫ്രീലാൻസ് ആയിട്ട് അപ്പോഴും സ്റ്റുഡിയോ വൈൻഡപ്പ് ചെയ്തെങ്കിലും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ക്ലയന്റ് ഉണ്ടായിരുന്നു. 2008 റിസഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ ക്യാമറ ഡിജിറ്റലൈസ് ചെയ്തോടുകൂടിയിട്ട് സ്റ്റുഡിയോനെ ഡിപ്പെൻഡ് ചെയ്ത ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി വന്നപ്പോൾ ആളിങ്ങനെ നിർബന്ധപൂർവ്വം തന്നെ വിട്ടതാ. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് വേറെ എന്ത് ചെയ്യണമെന്നുള്ളത് ആർക്കും ഒരു ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ എല്ലാരും വിചാരിക്കുന്നത് 10-42 വയസ്സായില്ലേ, 10-42 വയസ്സായ സ്ത്രീകൾക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്, മക്കള് വലുതായി, മക്കളെ പഠിപ്പിക്കുക, അവരെ ജീവിതം നോക്കി ഇങ്ങനെ ഇരിക്കുക. ചെയ്ത് കഴിഞ്ഞു 42 വയസ്സ് 40 വയസ്സ് വരെ മാക്സിമം ആണ് നമ്മുടെ ലൈഫ് സ്പാനില്. അപ്പൊ ഇനി എന്താണ്? അപ്പൊ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ നമ്മള് ജീവിച്ചില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ പരിപാകപ്പെട്ട ഒരു കുടുംബ വ്യവസ്ഥയോ സമൂഹമോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡും കൂടിയാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അകവും പുറവും ഒരു നരകാവസ്ഥയാണ് സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാല്, ശരീരവും മനസ്സും. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇടപെടാവുന്ന കാര്യങ്ങളിൽ ധൈര്യപൂർവ്വം ഇടപെടുക എന്നുള്ളത് തന്നെയുള്ളൂ. അപ്പൊ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ. ഇപ്പൊ ഒരു കുഞ്ഞ് നേരം വൈകിയാലോ അവരിനൊരു പരീക്ഷയിൽ തോറ്റാലോ ഒക്കെ ഇതിന്റെ അധിക ബാധ്യത നമ്മളിലാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്ത്രീയും പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര എളുപ്പമല്ല. അത് കഴിഞ്ഞു വന്നപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളുടെ ഇത്തരം താല്പര്യങ്ങൾ അറിയുന്ന സുഹൃത്ത് സുർജിത്ത് ഗോപിനാഥ്, അവൻ നാടകത്തിൽ നിന്ന് വന്നാണ്. അവനും അവന്റെ വൈഫും ഒക്കെ ദിവ്യൊക്കെ നാടകത്തിലുള്ളവർ. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നിട്ട് നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ചു കാലം നാടക പ്രവർത്തനങ്ങൾ. BTA ചേർന്നിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ അടുത്ത് ചേർപ്പിലുള്ള ഒരു സ്ഥലത്താണത്. അപ്പൊ അവര് 10-25 വർഷമായിട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരികമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ സിനിമ പ്രദർശന, നാടകങ്ങള്, പുസ്തകം, ട്രാൻസ്ലേഷൻ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ മൊകേരി മാഷയെയും അതുപോലെ ഉണ്ണികൃഷ്ണൻ, ഇഞ്ചി ഉണ്ണികൃഷ്ണൻ മാഷയൊക്കെ കാണുന്നത്. അവരുടെ പ്ലേകളിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു നാടകം എന്നുള്ളതിനെ ഞാൻ സ്റ്റേജിൽ അഭിസംബോധന ചെയ്യണത്. അത് കഴിഞ്ഞ് അങ്കമാലി ഡയറീസ് ആണ് ആദ്യത്തെ സിനിമ. അങ്കമാലി ഡയറീസിലേക്ക് വലതുകാലൂന്നി വന്നതിന്റെ ഒരു തീർച്ചയായിട്ടും എന്റെ സുഹൃത്ത് സുർജിത്ത് ഗോപിനാഥാണ്. അവൻ അന്ന് യോബിന്റെ പുസ്തകം എന്നുള്ള സിനിമയില് ചെമ്പൻ വിനോദിന്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചെമ്പൻ വിനോദ് പറയുന്നു അവനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഓൺ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ ടോട്ടലി ന്യൂ ഫേസസ് ആണ് വേണ്ടത്. അപ്പൊ ഒരു ഇതുമാതിരി തന്നെ ഒരു ഇരുനിറത്തിലുള്ള പ്രിഫറബിളി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇരുനിറക്കാരി അമ്മയെ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തോ എനിക്ക് നാടകവും സിനിമയ്ക്കായിട്ടുള്ള താല്പര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവനെ സ്ട്രൈക്ക് ചെയ്ത് അവൻ വിളിച്ച് പറയുന്നു. ഞാൻ അങ്ങനെ
ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഒരു തമാശ, ഒരു സിനിമയൊക്കെ ചെയ്തു നോക്കാം എന്നുള്ളത്. ഒരു കരിയറായിട്ട് അത് മാറ്റണം എന്നൊന്നും അന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അത് അയച്ചു കൊടുത്തപ്പോ ചെമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഫോട്ടോ ഒക്കെ കിട്ടി, നമ്മള് പ്രോജക്റ്റ് ഓൺ ആകുമ്പോ പറയാമെന്ന്. പിന്നെ ഞാനും അത് ഫോളോ അപ്പ് ചെയ്തില്ല. ഒരു 10 മാസത്തേക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. 10-11 മാസം കഴിഞ്ഞപ്പോ ചെമ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഡയറക്ഷൻ ഞാനല്ല, ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്, ഓഡീഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഓഡീഷന് പങ്കെടുത്തേ പറ്റൂ, വേറെ സേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനയുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഒരു വല്ലാത്ത നിരാശയിലിരിക്കുന്നതുകൊണ്ട് എങ്ങും പോകാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അപ്പൊ മക്കള് പറഞ്ഞില്ല, അമ്മ ഒന്ന് പോയിക്കോന്ന്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ള രീതിയിൽ പോയതാണ്. ഓഡിഷന് കിട്ടുന്നു, പിന്നെ അങ്കമാലി ഡയറീസ് സംഭവിക്കുന്നു. അത് വളരെ വലിയ വിജയമാവുന്നു. അതുകൊണ്ട് ഇന്ന് സിനിമേനകത്ത് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് നമുക്കൊരു അങ്കമാലി ഡയറീസിലെ അമ്മ എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇന്നും സിനിമയില്. ഇതാണ് ക്യാരക്ടർ. ഇല്ല, എപ്പോഴും പോയില്ല. അപ്പൊ ആരാണ്, ചിലപ്പോ എല്ലാവർക്കും പേര് ഓർമ്മയില്ല. അപ്പൊ അങ്കമാലിയിലെ അമ്മ, അമ്മ അങ്ങനെയാണ് അവിടെ ഒരു പരസ്പരം പറയുക. പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയത്? 2016 ഷൂട്ട് തുടങ്ങി. 17 മാർച്ച് 3 ആ സിനിമ ഇറങ്ങുന്നത്. പിന്നെ അതിനുശേഷം വെറുതെ ഇരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ വെറുതെ ഇരിപ്പൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. കോവിഡിന് ശേഷം കുറച്ച് ഡള്ളാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ വളരെ മോശം ഒരു അവസ്ഥയാണ് സിനിമ. അങ്കമാലി ഡയറീസ് പുതിയൊരു ജീവിതത്തിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനുശേഷമുള്ള ആദ്യത്തെ, അത് കഴിഞ്ഞ് ഉടനെ വന്ന പടം ഏതാണ്? ആ സമയത്ത് തന്നെ എനിക്ക് ഉടനെ ഓഫർ വന്നത് എന്ന് പറഞ്ഞാല് കൂടെ അഞ്ജലി മേനോന്റെ പൃഥ്വിരാജിന്റെ സിനിമ, അതെ, അത് വന്നു. പിന്നെ ഒരു പാരലൽ സിനിമ തന്നെ ഇരട്ട ജീവിതം, സുരേഷ് നാരായണ നമ്മുടെ സുഹൃത്തിന്റെയാണ്. ആ സിനിമ വന്നു. പ്രിയനന്ദന്റെ പാതിരാക്കാലം വന്നു. പിന്നെ അരുൺ അരവിന്ദിന്റെ കാറ്റ്, ആസിഫ് അലിയുടെ ഉമ്മയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് വഴിക്ക് വഴി വന്നിരുന്നത്. പിന്നീട് പിന്നെ ജൂണ്, വികൃതി, ഏതാണ്ട് എല്ലാം ഒരു അമ്മവേഷം. എനിക്ക് തോന്നുന്നു ജൂണിലും മാലിക്കിലും ഒക്കെ ഒഴികെ എല്ലാതും ഓൾമോസ്റ്റ് അമ്മവേഷം തന്നെയാണ്. മാലിക്കിലും ഒരു പ്രിസൺ ഐ ജി അല്ലേ, മാലിക്കൊരു സ്പെഷ്യൽ സിനിമ പോലെ പ്രിസൺ ഐ ജി ആയിട്ടാണ് അതിനകത്ത് കുറച്ച് വേഷമുള്ളെങ്കിലും അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ വികൃതിയിലാണെങ്കിലും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ്. ഇതില് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന്? അത് സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യത്തെ കുഞ്ഞെന്നുള്ള രീതിയിൽ നമുക്ക് അങ്കമാലി ഡയറീസിലെ അമ്മയാണ് എപ്പോഴും വളരെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയാതെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു. ഒന്നും അറിയാതെ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് മുന്നൊക്കെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമുകൾ അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാവുന്നതിന്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗ്രൂമിങ് സെഷൻ ഉണ്ടാവുന്നു. ആ പ്രോസസ്സ് തന്നെ വളരെ രസകരമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവുന്നു. നല്ല തരത്തിലുള്ള ഡിസ്കഷൻസും ഇന്ററാക്ഷൻസും ആക്ടിവിറ്റീസും. അപ്പോഴേക്കും നമ്മൾ തന്നെ അമ്മയും മക്കളും പോലെയായി അതിനകത്ത്. അപ്പൊ എല്ലാവരും അതിനകത്ത് തന്നെ അമ്മച്ചിയെന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ ഒരു പരിസരം കുറച്ചും കൂടി ഹൈറാർക്കിയലായിട്ട് തന്നെയാണ് ആ സ്ട്രക്ചർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അമ്മ മകൻ ബന്ധങ്ങളൊക്കെ നമുക്ക് അഭിനയിക്കുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് അതിനൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാനുള്ള സമയം വേണം. അതൊന്നും സിനിമയിൽ സാധ്യമല്ല. കാരണം അതൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി നിർബന്ധം. ഇപ്പൊ അഞ്ജലി മേനോന് ഏത് സിനിമയ്ക്കും ഞാൻ കേട്ടിട്ടുള്ളത് അവര് ഗ്രൂമിങ് സെഷൻസ് വെക്കും. ചിലപ്പോ വലിയ ക്യാൻവാസിൽ പോകുന്നതൊക്കെ ആണെങ്കിൽ അവര് 10 ദിവസമൊക്കെ ക്യാമ്പ് വെക്കും. അപ്പൊ അതെനിക്കാണ് അത് ആവശ്യം വേണ്ടുന്ന. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാവർക്കും അതിനുള്ള സംഭവിക്കാറില്ല. സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ പണ്ടും വേദനാകരമായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലേ? എന്താണ് പറയാൻ? എനിക്ക് തോന്നുന്നു പൊതുവെ സിനിമ എന്ന് മാറ്റിവെച്ചിട്ട് സമൂഹത്തിലെ ലോകത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മള്. അപ്പൊ സമൂഹത്തിലെ സ്ത്രീ ജീവിതങ്ങൾ എന്താണോ അതിന്റെയൊക്കെ തന്നെ ഏറിയും കുറഞ്ഞ പ്രതിഫലനങ്ങളോട് കൂടിയ വർക്ക് സ്പേസുകളെ നമുക്കുള്ളൂ. പിന്നെ സിനിമ കുറച്ചും കൂടിയും ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ലൗഡ് ആയതുകൊണ്ടും എല്ലാവരും ആ ജീവിതത്തിന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും അവിടെ എന്ത് നടന്നാലും കുറച്ചും കൂടി അധികം അറിയുന്നേ ഉള്ളൂ. ചിലപ്പോൾ അതിന് കിട്ടേണ്ടാത്ത അത്രയ്ക്ക് മൈലേജ് ഒക്കെ കിട്ടിപ്പോകും. ചിലപ്പോൾ നമ്മൾ ഇതിലും വളരെ മോശമായതോ ഭീകരമായതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിത്യജീവിതത്തിലും മറ്റു തൊഴിലിടങ്ങളിലും ഉണ്ടാവാം. പക്ഷെ അതിലും നമ്മൾ ഫോക്കസ് ചെയ്യില്ല. കാരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാതും മാർക്കറ്റിന്റെ ഗെമിക്സിൽ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യജീവിതമാണ് നമ്മള്. മാർക്കറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സിനിമയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സംഗതി? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായത്.
അതല്ലാതെ എനിക്ക് വേറെ രീതിയിലുള്ള ഇങ്ങനെ എന്തെങ്കിലും ന്യൂസൻസ് അതൊരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ എല്ലാവരുടെയും അനുഭവം അതായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു ഇമേജും ഒക്കെ വേണമെങ്കിൽ കുറച്ച് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് തന്നെയാണോ മറ്റു എല്ലാവരുടെയും അവസ്ഥ എന്ന് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ മോശമായിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും നമുക്ക് ഉണ്ടാവുന്നതിന് നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ അതിനോട് യൂസ്ഡ് ആയി ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്ഷൽ അസാൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റേഴ്സിലൂടെയാണ് മനുഷ്യർ പരസ്പരം പോകുന്നത്, അല്ലെ? അങ്ങനെ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിലൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഡിസ്റെസ്പെക്ട് ഉണ്ട്, അതിൽ തുല്യതയില്ല. അതായത് നിങ്ങളാണോ പെണ്ണോ നിങ്ങളെ മനോഭാവം എന്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടേതുമായ ഒരു ഇടാണെന്നുള്ള മനസ്സിലാക്കൽ ഉറപ്പിച്ചു വെച്ചിട്ട് വേണം നമ്മൾ വരാനും പെരുമാറാനും. അത് എന്തുകൊണ്ടോ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഹൈറാർക്കിയിലാണ്. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ നടന്മാരുടെയോ നടിമാരുടെയോ പ്രശ്നമല്ല, അവർക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരാണ് അത് തീരുമാനിക്കുന്നത്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അവര് കുറെ പേര് തീരുമാനിക്കുകയാണ് ഇന്ന ആള് വരുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കണം, ഇന്ന ആള് വരുമ്പോൾ മിണ്ടിക്കൂടാ, ഇന്ന ആള് വരുമ്പോൾ ഇങ്ങനെയാണ്. ആ മനുഷ്യൻ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ ചുറ്റുമുള്ള ഒരു ലോകം ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. മാത്രമല്ല നമ്മൾ നിയമത്തെയൊക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ എത്തിയതിന്റെ ഭാഗമായിട്ടും WCCയുടെ ഭാഗമായിട്ടും ഹേമ കമ്മിറ്റി ഒക്കെ വന്നതിന് ശേഷം IC എന്താന്നുള്ളത് സമൂഹം മനസ്സിലാക്കി. IC 2013 പോഷ് ആക്ടില് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നിയമം ബാർ കൗൺസിലിൽ പോലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കും കൂടിയുള്ള ഒരു പുതിയത്. ഈവൻ നമ്മൾ സംസാരിച്ച അഡ്വക്കേറ്റ്സ് വരെ പറയുന്നത് ഞങ്ങളാണല്ലോ ആദ്യമായിട്ട് ആവശ്യം വെക്കുന്നത്. നമ്മളെ പരിമിതികളാണ് അത് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഈവൻച്വലി മാറിയേ പറ്റൂ. അല്ലാതെ നമുക്ക് ആർക്കും അതിന് പുറകിലേക്ക് നടക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു നിമിത്തമായി സിനിമയിൽ വന്നതിന്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരുപാട് കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജോലിയില്ലായ്മ നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ മുന്നിൽ ആരെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടാലോ ഒരു മോശം കാര്യം സംഭവിച്ചാലോ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ വയലൻസ് എടുക്കുന്നുള്ളതല്ല. വളരെ പൊളൈറ്റായിട്ടും സമാധാനത്തിലും ഞാൻ അതിൽ ഇടപെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നീതി എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും നീതി എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് സംസാരിച്ചേ പറ്റൂ എന്നൊരു അറിവ് എവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് ആക്ടിവിസം എന്നൊന്നും എനിക്ക് പറയാനൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ അത്ര പെയിൻഫുൾ ആയിട്ട് ആക്ടിവിസ്റ്റ് എന്നുള്ള ലൈനിൽ ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ എന്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് എന്റെ കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? അപ്പൊ എനിക്കത് നാണക്കേടാണ് അതങ്ങനെ പറയാനായിട്ട്. കാരണം ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ജീവിതം സമൂഹത്തിനും സാധാരണ മനുഷ്യർക്കും വേണ്ടി കൊടുത്ത മനുഷ്യരാണ്. ഓക്കെ, അന്നൊരു കാലത്ത് സമരത്തിനെന്നൊക്കെ പറഞ്ഞ പന്തംകുളത്തി പ്രകടനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒക്കെ ഇറങ്ങിയിരുന്നു. ഇന്നിപ്പോ അതുപോലും ചെയ്യുന്നില്ല. വളരെ സേഫ് സോണിൽ ഇരുന്നിട്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആക്ടിവിസ്റ്റാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാല് മുട കണ്ട ഇടപെടും, അതിനപ്പുറത്ത് വേറെ ആക്ടിവിസം ഒന്നും ഇടപെട്ടിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നിന്ന് കത്തുന്ന കടലുകൾ വല്ലാത്തൊരു ഇമേജാണ് ഉണ്ടാക്കുന്നത് ആ പേര് തന്നെ. അത് എഴുതാനിടയായ ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഞാൻ എഴുതുമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരത്തെ ആവുമായിരുന്നില്ല. എന്തായാലും എന്റെ ജീവിതം പതുക്കെ എഴുതണം, എഴുതി വെക്കണം, പബ്ലിഷ് ചെയ്യാനൊന്നുമല്ല. എനിക്ക് വളരെ കുഞ്ഞിലെ ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ അത് നിന്നുപോയി. ഈ അടുത്തല്ല, കുറെ വർഷങ്ങളായിട്ട് നിന്നുപോയി. ഈവൻ ഗൾഫിലെത്തിയിട്ടും മക്കളുള്ള സമയത്തും എനിക്ക് എഴുതുന്ന ഡയറി അതാത് ദിവസത്തെ ആലോചന അനുഭവത്തിലേറെ ഞാൻ ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതായിരിക്കും ഞാൻ എഴുതി വെക്കുക. ഒരു കാലത്ത് ഞാൻ ബാലുവിന് കഴിക്കുന്ന കത്തുകൾ പോലും അതിന്റെ ഒരു ദിവസത്തെ ആലോചനകളായിരിക്കും. അപ്പൊ അതൊരു 50 പേജിന്റെ ബുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു ഇന്റർവ്യൂ വന്നു. അവരൊരു ഇന്റർവ്യൂ ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെ അത് വളരെ നീണ്ടുപോയപ്പോ അവര് 21 എപ്പിസോഡായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. അന്നേരം കുറച്ച് ആളുകൾ പബ്ലിഷേഴ്സ് എന്നെ സമീപിച്ചു, അത് ബുക്കാക്കി കൂടെ എന്ന് ചോദിച്ചു. ഗൂസ്ബെറിയാണ് ആദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു. പിന്നെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് അത് എഴുതി കൊടുത്തു. അതൊരു 600 പേജ് ഉണ്ടായിരുന്നു എഴുതി വന്നപ്പോ. 3 കൊല്ലം എടുത്തു. അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബുക്കായി ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. 2023 നവംബറിൽ
ഷാർജയിൽ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്, ഷാർജ ബുക്ക് ഫെയറിൽ. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ അവരുടെ എക്സ്പോ സെന്ററിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അപ്പൊ എല്ലാ കൊല്ലവും ഉള്ള സമയത്തൊക്കെ ഞാനാണ് അത് കവർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വെന്യൂല് എന്റെ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അത് അവിടെ റിലീസ് ചെയ്തത്. പിന്നെ 3ാമത്തെ പതിപ്പ് ഇവിടെയും സാഹിത്യ അക്കാദമിയിലും വെച്ചിട്ട് റിലീസ് ചെയ്തത്. എന്തായിരുന്നു നിന്ന് കത്തുന്ന കടലുകൾ എന്ന ഒരു പേരിന്റെ പ്രസക്തി? അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താണ്? ഞാൻ ഈ മനുഷ്യരെന്ന് പറയുമ്പോൾ നിങ്ങള് അതില് സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുന്നത് അമ്മമാരെ സ്ത്രീകളെയാണ്. നമ്മൾ അടുത്ത് കാണുന്നത് അവരെയാണല്ലോ. എന്റെ അമ്മ ആളിക്കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലിറ്ററലി അമ്മയ്ക്ക് തീ പിടിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് എനിക്ക് 7-8 വയസ്സുള്ളപ്പോഴാണ് അത് മണ്ണെണ്ണ സ്റ്റവിൽ നിന്ന് തീ പിടിച്ചിട്ട് അമ്മ ഒരു തീപ്പന്തം പോലെ ഇങ്ങനെ കത്തി ഓടി നടക്കുന്നതും. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞത് അമ്മയെ പരിശോധിക്കുമ്പോൾ മാത്രം ഒരു പച്ചമരം നിന്ന് കത്തുന്ന പോലത്തെ ഒരു ജീവിതമായിരുന്നു അവരുടേത്. അപ്പൊ കത്തുന്ന എന്നൊരു ഇമേജ് അതിലൂടെയാണ്. അതല്ലാതെ തന്നെ ഞാൻ നോക്കുന്ന എല്ലാ അമ്മമാരും എന്റെ അമ്മയെക്കാളും പരിതാപകരമായ ജീവിതം ജീവിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ചേച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ കൂട്ടുകാരികളായിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകള്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാല് സിസ്റ്റർഹുഡിനെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ തരം വിയോജിപ്പുകൾ ഉണ്ടായാലും സ്ത്രീ അനുഭവം നമുക്ക് ഏറിയും കുറഞ്ഞ ഒന്നായിരിക്കും ഈ ലോകത്തുനിന്ന്. പിന്നെ കടൽ ആദ്യമായിട്ട് കാണുന്നത് അമ്മയുടെ ഒപ്പം പോയിട്ട്. അപ്പൊ എനിക്ക് ചെവി കേൾക്കൂലായിരുന്നു കുട്ടിക്കാലത്ത്. 45% എനിക്ക് കേൾവി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞല്ലോ, അഥവാ ഈ കുട്ടി ഉണ്ടാവുകയാണെങ്കിലും സർവൈവൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് ENT ഇഷ്യൂസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്തോ ചെറിയ പ്രായം തൊട്ട് തന്നെ കേൾവിയില്ലായിരുന്നു. വളരെ സ്ട്രെയിനായിട്ട് എന്നോട് സംസാരിക്കണം, അതായത് അവർക്ക് പറയണം. പിന്നെ അപ്പൊ അന്ന് ഇങ്ങനെ അമ്മയുടെ കൂടെ കടൽ കാണാൻ ആദ്യമായിട്ട് പോകുമ്പോ എനിക്ക് മാത്രം ഈ കടലിന്റെ ഇരമ്പൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ കടലിരുമ്പം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്താണ് കടലിരുമ്പം. അപ്പൊ ഞാൻ അമ്മ അതെന്താ അവിടെ എത്തുമ്പോ കേൾക്കും എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് കുറച്ച് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. ഇത്രയും വിശാലമായ ഒരു ഏരിയ ആണ് ഈ കടലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ശീതനും കാറ്റും ആ ഒച്ചയും അതാണ് ഇരമ്പം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അമ്മേനെ പിടിച്ച് വിങ്ങി കരഞ്ഞു. അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. അപ്പൊ കരയുന്നത് ഒരിക്കലും പേടിയോണ്ടല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കടൽ എന്ന് പറയുന്നത് എപ്പോഴും അമ്മയായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഞാൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏകാന്തമായ നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കടലിന്റെ അടുത്തിരുന്നിട്ടാ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പാതിരിക്കുകയാണെങ്കിലും എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും ഈ കടൽക്കരയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, കടലിനോട് വർത്താനം പറയും. അപ്പൊ ഞാൻ സ്വയം വിചാരിക്കും അമ്മയാണ് കേൾക്കണേന്ന്, എന്നെ കേൾക്കുന്നത്. അപ്പൊ ഒരു കാറ്റ് വന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറെ ഭാവനയിലും കൂടിയാണ് മനുഷ്യർ ഒരു സ്വാസ്ഥ്യം കണ്ടെത്തുന്നത്. അമ്മ എത്ര കാലം കൂടെ? എന്റെ അമ്മ 67 വയസ്സിൽ മരിക്കുന്ന. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 21 വയസ്സ് വരെയല്ലേ അമ്മയുടെ ഒപ്പം ഉണ്ടായുള്ളൂ. ബാക്കി മുഴുവൻ ഒരു പ്രവാസ ജീവിതത്തിലല്ലേ എന്റേത്. അന്ന് അങ്ങനെ തീ ആളിക്കത്തിയിട്ട് അമ്മ രക്ഷപ്പെട്ടു. ഞങ്ങൾ അന്ന് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പൊ അമ്മ ഈ വെള്ളം ചൂടാക്കിയിട്ട് സോപ്പ് മുക്കി വെക്കും തുണികള്. അപ്പൊ സാരിത്തല ഭയങ്കര ഒരു നൈലോൺ ഒരു നൈസ് സാരി എടുത്തിരുന്നു അമ്മ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങ് തീയാളി. അപ്പൊ അങ്ങനെ അത് ഭയങ്കര എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അത്. അതൊക്കെ ചേർന്നിട്ടായിരിക്കാം നിന്ന് കത്തുന്ന കടൽ എന്നുള്ള ഒരു ഇമേജ് വന്നത്, കടലും അമ്മയും. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ കടലിനകത്ത് എപ്പോഴും ഏതവസ്ഥയിലും അവിടെ ചെറിയ ചെറിയ വോൾക്കണോസ് എറപ്റ്റ് ചെയ്യുന്നുണ്ട്, തീയുണ്ട്. ആ വെള്ളത്തിന് പോലും കെടുത്താൻ പറ്റാത്ത തീ കടലിനകത്തുണ്ട്. അതുപോലെ മനുഷ്യന്റെ മനസ്സും എത്ര നിങ്ങൾ കാമായിട്ടും സോഫ്റ്റ് ആയിട്ടും നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത എന്തോ ഒരു വേവും നോവും ഉണ്ടാവും പല മനുഷ്യരിലും. അതിനെ നമുക്ക് കാണാൻ പറ്റാത്തടത്തോളം നമുക്ക് കമ്പാഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മനുഷ്യനിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് അവരെ മുറിവിനെ കാണാനോ എക്നോളേജ് ചെയ്യാനോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കും ആ വേദന ഉണ്ടല്ലേ എന്ന് എക്നോളേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റിലെ നിങ്ങളുടെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ത്രീകളുടെ എലമെന്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് വളരെ വൈതരണികളെ തരണം ചെയ്തുകൊണ്ട്, പലതരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്കൊരു ഫാമിലിനെയൊക്കെ മാനേജബിൾ ആക്കാൻ പറ്റുന്നത്. അവിടെ മുഴുവനും നിവൃത്തികേടാണെങ്കിൽ പോലും അതൊരു എലമെന്റ് ഭയങ്കര അതാണ്. നിവൃത്തികേട് തന്നെയാണ് അല്ലെങ്കിൽ ആ കണ്ടീഷനിങ് ആണ്. ഞാൻ അതിനെ ഗ്ലോറിഫൈ ചെയ്യല്ല. ഞാൻ പറയുന്നത് വെച്ചാല് ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയം തന്നെ വെക്കേണ്ടത് നമ്മളെ ഏറ്റവും പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുള്ള കമ്പാഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നിവൃത്തികേടിന്റെ അല്ല. കമ്പാഷനെ നമ്മൾ ഇനി എല്ലാവരിലേക്ക് എത്തിക്കാനും അതിനെ ഉണർത്താനും നോക്കണം. നമ്മുടെ ആവശ്യത്തിലേറെ വെറുപ്പും ദേഷ്യവും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു പണി അതായിരിക്കരുത്. സോഷ്യൽ കണ്ടീഷനിങ്, കൾച്ചറൽ കണ്ടീഷനിങ് ഒക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ സ്നേഹവും
സ്നേഹവും എമ്പതിയും ഉണ്ടാവുന്നത് ആ കണ്ടീഷനിങ്ങിന്റെ ഭാഗം മാത്രമല്ല. അത് നമ്മൾ ചിലപ്പോൾ അതെന്നെ സ്നേഹവും എമ്പതിയും പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങള് കടലുകളൊക്കെ ഉണ്ടാവുന്നത്. അതാണ് സാമൂഹിക നീതി എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീയെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് തന്നെ ഒരു അധികാരവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെ എലിനേറ്റ് എന്നത് കുടുംബ അല്ലേ? അപ്പൊ ആ കുടുംബത്തിനകത്ത് എപ്പോഴും സ്വീകാര്യതയും അവകാശവും അധികാരവും ഞാൻ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ അധികാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ തരത്തിലും ഒരു പവർ പൊസിഷനിൽ നമ്മൾ എവിടെയെന്നുള്ളതുണ്ട്. നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് മറ്റൊരാൾ നമ്മളെ വീക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും കൂടെ ഒരു പെണ്ണ് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും ജീവിക്കേണ്ടി വരും. അത് ഭയങ്കര ഗതികേട് തന്നെയാണ്. അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ പോലും നമ്മൾ വയലൻസിന്റെ രാഷ്ട്രീയം അല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മാറണമെങ്കിൽ. ലോകം മാറട്ടെ. തീർച്ചയായിട്ടും. എത്ര കുട്ടികളാ? എനിക്ക് 2 ആൺകുട്ടികള്. രണ്ടുപേര് എന്ത് ചെയ്യണെന്ന് വെച്ചാല് മൂത്ത മോൻ അച്ഛന്റെ കൂടെ തന്നെയുള്ള ഒരു സംരംഭത്തിലാണ്. കോഫിയും പിന്നെ പെപ്പറും ബിസിനസ്സാണ് അതിൽ അവനാണ് അതിന്റെ മാർക്കറ്റിംഗ് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെറിയ മോൻ ബാംഗ്ലൂർ റോബോട്ടിക് സർജറിയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കടവന്ത്രയിലാണ്. വലുള്ളത് മാനന്തവാടിയിലാണ്. പുള്ളിയുടെ പുതിയ പാർട്ട്ണറൊത്ത് അവിടെ ഉണ്ട്. അപ്പോ ജീവിതം അങ്ങനെ സുഗമമായി ഒഴുകട്ടെ. സിനിമാ രംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ കാണാനിടയാകട്ടെ. അമ്മയായിട്ടോ മകളായിട്ടോ എങ്ങനെയും. എനിക്ക് സത്യത്തിൽ ഒരു കുഞ്ഞാവാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും കാര്യമുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കും ആർക്കെങ്കിലും അതിനൊരു മകളായിട്ട് ദത്തെടുത്തോടെയെന്ന്. ഈ പ്രായത്തിലോ എന്നുള്ള ചോദ്യം ഉടനെ വരും. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ദത്തെടുത്തൂടെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. എനിക്ക് വലിയ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും പ്രീതി വിളിച്ചതിലും ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കാണാൻ കഴിയട്ടെ. എനിക്കും സന്തോഷം ഈ ഒരു ശബ്ദം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത് സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത്. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം റനീഷ് ജോർജ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.